ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഗൂഗിളിൽ കയറുക, ഇതുപോലെ പരിവാഹൻ ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കുറേ സൈറ്റുകൾ കാണാൻ പറ്റും, എല്ലാം ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് തന്നെയാണ് അത്യാവശ്യം. അപ്പോൾ ഇതിൽ നമുക്ക് കയറേണ്ട സൈറ്റ് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പരിവാഹൻ http://parivahan.government.in എന്നുള്ള ആ ഒരു സൈറ്റ്, അതായത് ഇവിടെ താഴെ ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആയിട്ട് ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ 3 ഡോട്ട് കാണും ഈ റൈറ്റ് സൈഡിൽ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൺലൈൻ സർവീസ് കൊണ്ട് വന്നിട്ടുണ്ട്, ഓൺലൈൻ സർവീസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സർവീസസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്നുണ്ട്, അതായത് താഴത്തെ അവിടുന്ന് മുകളിലോട്ട് മൂന്നാമത്തെ അതിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ അടുത്തൊരു പേജിലോട്ട് വന്നിട്ടുണ്ട്, നമുക്കിവിടെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ബോക്സ് വന്നിട്ടുണ്ട്, ആ ബോക്സിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഏതാണ് സ്റ്റേറ്റ് വരുന്നത്, അപ്പോൾ കേരളയാണ് എൻ്റെ സ്റ്റേറ്റ് വരുന്നത്, അപ്പോൾ നമ്മളിവിടെ കേരള സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് ലൈസൻസ് റിലേറ്റഡിലെ സംഭവമാണ്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് റൈറ്റ് സൈഡിൽ ഇവിടെ ക്ലോസ് പറഞ്ഞിട്ട് ഒരു ഐക്കൺ കാണാൻ പറ്റും, ക്ലോസ് ചെയ്യുക. ഇവിടെ നമുക്ക് എൻ്റർ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. ഇപ്പോൾ കേരള ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. ഇതിപ്പം എൻ്റർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അപ്പോൾ അത് കുഴപ്പമില്ല. ഇവിടെ കേരള ഓൾറെഡി സെലക്ട് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ RT നമ്മൾ സെലക്ട് ചെയ്യാം, ഏത് RTOയുടെ അണ്ടറിലാണോ, കണ്ണൂരാണോ കോഴിക്കോടാണോ, ഏത് RT ആണോ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിലുള്ള നമ്മളെ വണ്ടിയുടെ നമ്പർ വെച്ചിട്ട് KL 73 അല്ലെങ്കിൽ 58 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ RTO ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബോക്സ് വന്നിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇവിടെ പ്രൊസീഡ് കൊടുക്കാനുള്ള ഒരു ബോക്സ് വന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലുള്ളൊരു ഇൻ്റർഫേസാണ് വരിക. ഇവിടെ 3 ഡോട്ട് ലെഫ്റ്റ് സൈഡ് 3 ഡോട്ടിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും ചേസസ് നമ്പറിൻ്റെ ലാസ്റ്റ് 6 അക്ക നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഒരു ബോക്സിൽ ടിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് OTP ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറേറ്റ് OTP എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള OTPയുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഷോ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവിടെ താഴെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കൊടുത്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ RC ഇതുപോലെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, സജഷൻസ് എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.